ഞാനിന്ന് വന്നിട്ടുള്ളതേ ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി നേരത്തെ കിടന്നുറങ്ങി. പക്ഷെ പുലർച്ചെ 12 മണിയായപ്പോൾ എന്നെ തട്ടി മാറ്റി. വേറെ ആരുമല്ല, എൻ്റെ മക്കൾ തന്നെ. എന്നിട്ട് എനിക്ക് കൊണ്ട് തന്ന ഗിഫ്റ്റാണ് കേട്ടോ ഇതൊക്കെ. ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്. തലതിരിച്ചാന്ന് തോന്നുന്നതിൽ കാണുന്നത്. ഇതാ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെനിക്കിങ്ങനെ കാണിക്കാതെ പോകാൻ തോന്നിയില്ല. പിന്നെ ഗിഫ്റ്റ് കാണേണ്ടതാണ്. ഇതെൻ്റെ പേഴ്സിൻ്റെ ആയിരുന്നേ. അവൾ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതാ ഈ 2 ക്ലിപ്പ്. ഇത് ഞാൻ അവർക്ക് മേടിച്ചു കൊടുത്തിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ അത് യൂസ് ചെയ്യാണ്ട് എടുത്ത് വെച്ചിട്ട് എനിക്ക് തന്നതാണ്. 2 കമ്മൽ. ഇത് എൻ്റെ തന്നെയാണ്, പക്ഷെ അവൾ പാക്ക് ചെയ്ത് എനിക്ക് തന്നേക്കാം. ഇതെന്തോ പാനയുടെ ബാക്ക് സൈഡോ മറ്റാണ്. പിന്നെ എന്താ ഈ ബണ്ണ്. ഓക്കെ, ഇത് തുണ്ടു ചെറിയ ആളാണ് തന്നത്. അത് കഴിഞ്ഞ് അമ്മിണി എഴുതിയേക്കാണ് ഹാപ്പി ബർത്ത്ഡേ അമ്മ. രേഷു എന്ന് വിളിച്ചിട്ട് ഉമ്മ, യു ആർ ദ ബെസ്റ്റ്. ഐ എം സോ ലക്കി ടു ഗോഡ് ഗേവ് മീ സ്വീറ്റ് മോം. യു ആർ ദ ബെസ്റ്റ് മോം എവർ. ഐ ലവ് യു മൈ ഡിയർ രേഷു. എ കിസ് ബൈ മീ ഉമ്മ. അങ്ങനെ ഒക്കെ എഴുതിയിട്ട് അമ്മിണി തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. വേറെ ഒന്നുമില്ല, അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിൽ കൂടുതൽ. അപ്പോൾ അവർ അവരുടേതായ രീതിയിൽ ഇതൊക്കെ ഉണ്ടാക്കി. ഇതിനു വേണ്ടി അവർ കുറേ സമയമെടുത്ത് ചെയ്ത്. തുണ്ടു അതേപോലെ തന്നെ മിനിഞ്ഞാന്ന് രാത്രി എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര സീക്രട്ടായിട്ട് വന്നിട്ട് പറഞ്ഞു, അമ്മയുടെ ബർത്ത്ഡേ ആണ് മറ്റന്നാൾ. അപ്പോൾ എനിക്ക് അമ്മയ്ക്കൊരു സർപ്രൈസ് തരണം. എന്നോട് തന്നെയാണ് കേട്ടോ പറയുന്നത്, വേറെ ആരും കേൾക്കാൻ പാടില്ല. എനിക്ക് സർപ്രൈസ് തരണം. അപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനലിൽ നോക്കിയപ്പോൾ അതിലൊരു ആൻറ്റി കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ എടുത്ത് കൊടുത്തിട്ട് അതിൽ ആ കോൺടാക്ട് നമ്പർ ഡയൽ ചെയ്തിട്ടാണ് എന്നോട് പറയണത്, ഇതിൽ വിളിച്ച് കഴിഞ്ഞാൽ അവർ കേക്ക് കൊണ്ടുത്തരും സർപ്രൈസായിട്ട് എന്നൊക്കെ പറഞ്ഞു. ഒന്നും വേണ്ട, കേക്കൊന്നും വേണ്ട അമ്മയ്ക്ക്, അങ്ങനെ പറയാനുള്ളൊരു മനസ്സുണ്ടായല്ലോ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സമയത്താണ് നമുക്ക് വേറെ ഒന്നും വേണ്ട. വേറെ എത്ര വലിയ ഗിഫ്റ്റ് കിട്ടിയാലും അതിനേക്കാളൊക്കെ വലുതായിട്ട് എനിക്ക് ഇതൊക്കെ മതി. എനിക്ക് സത്യം പറഞ്ഞു ഇന്നലെ രാത്രി ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ രാത്രി 12 മണിയായപ്പോൾ അമ്മൂട്ടൻ തന്നെ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. വച്ചു ഫീല് എല്ലാവരും വിഷ് ചെയ്തു. ഈ ബർത്ത്ഡേനെ ബന്ധപ്പെട്ട് എനിക്കൊരു ട്രോമ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. വേറെ ഒന്നുമില്ല, നമ്മൾ കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത്, റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഏതൊരാളെ പോലെ ഞാൻ ആഗ്രഹിച്ചു എന്താ വെച്ചാൽ നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, നമ്മുടെ ലവർ നമ്മളെ വിഷ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് തരും. അങ്ങനത്തെ ഒരു തോട്ടിലാണല്ലോ നമ്മൾ ഇരിക്കുക. അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ വന്നു. ആ സമയത്ത് നമുക്ക് മൊബൈലൊന്നുമില്ല, വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ട്. അപ്പോൾ അതിലേക്ക് വിളിക്കും, അല്ലെങ്കിൽ നോർമലി വിളിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മളിങ്ങനെ രാവിലെ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. പുലർച്ചെയൊന്നും വെയിറ്റ് ചെയ്തില്ല കേട്ടോ. രാവിലെ വെയിറ്റ് ചെയ്തപ്പോൾ വിളിക്കും, കോള് വരും എന്നൊക്കെ വിചാരിച്ചിട്ട് കോള് വന്നില്ല. അപ്പോൾ നമുക്ക് വിഷമമായി, മറന്നോ എന്ന് വിചാരിച്ചു. തിരക്കിലായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ വിളിക്കും. അങ്ങനെ അപ്പോൾ എൻ്റെ മൈൻഡിൻ്റെ ഇതൊക്കെ മാറി തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ആദ്യം നമ്മൾ വിളിക്കുന്നുള്ളൊരു ക്യൂരിയോസിറ്റി, എക്സൈറ്റ്മെൻറ്റിലായിരുന്നപ്പോൾ വിളിക്കും, വിഷ് ചെയ്യുന്നൊക്കെ. അതുണ്ടായില്ല. കുറച്ച് ഇപ്പോൾ എന്ത് പറ്റി, മറന്നുണ്ടാവില്ലല്ലോ. അങ്ങനെ കുറേ ഉച്ച കഴിഞ്ഞു, നമുക്ക് ടെൻഷനായി. അപ്പോൾ അത്രയും നേരം എനിക്കൊരു വാശിയുണ്ടായിരുന്നു, എന്നെ ഇങ്ങോട്ട് വിളിക്കട്ടെ, എന്താ വിളിക്കാത്തതെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ വിളിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി തുടങ്ങി. എന്തുകൊണ്ടായിരിക്കും ഇയാൾ വിളിക്കുന്നത്? മനഃപൂർവ്വം എന്നെ വിളിക്കാത്തതല്ല, മറന്നിട്ടുമല്ല. അല്ലെങ്കിൽ നോർമലി വിളിക്കുന്ന ഒരാൾ അന്നത്തെ ദിവസം അത്രയും നേരമായിട്ട് വിളിച്ചിട്ടില്ലെങ്കിൽ, എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് അത്രയും നേരമായിട്ട് വിളിച്ചിട്ടില്ലെങ്കിൽ എന്തോ പറ്റി, ഞാൻ ഇത്രയും നേരമായിട്ട് ആളെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഈ ആളെ വിളിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളോളം ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല. എനിക്കാകെ ടെൻഷനായി. ഞാൻ ആരെ വിളിക്കും, ആരെ കോണ്ടാക്ട് ചെയ്യും, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ ഒരു 9 മണി രാത്രി 10 മണിയായപ്പോൾ എനിക്ക് കോള് വന്നു. അപ്പോൾ ഈ പുള്ളിയാണ് അപ്പുറത്ത്, ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ എനിക്ക് ഞാൻ ആ സമയത്ത് കോളൊക്കെ വന്ന സമയത്ത് ഫോണിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, ബെല്ലടിക്കുന്ന കേൾക്കാനായിട്ട്. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ബ്ലാങ്ക് ആയിപ്പോൾ, എന്താ ഉണ്ടായത്. അപ്പോൾ ചോദിച്ചു എവിടെയായിരുന്നു എത്ര നേരം ഞാൻ എന്താ പറ്റിയത് ഞങ്ങൾക്കെന്ന് ചോദിച്ചു. എനിക്കൊന്നും പറ്റിയില്ല. അപ്പോൾ എന്താ എന്നെ വിളിക്കാൻ? അതായത് നീ പ്രതീക്ഷിക്കും ഞാൻ വിളിക്കുന്നത്, സാധാരണ അങ്ങനെയാണല്ലോ. പക്ഷെ ഞാൻ വിളിക്കാണ്ടാവുമ്പോൾ ഒന്ന് എനിക്ക് ടെൻഷനാവും. അങ്ങനെ ഇപ്പോൾ ഈ ഒരു ബർത്ത്ഡേ നിൻ്റെ ലൈഫിൽ നീ മറക്കില്ല എന്ന്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കരയണോ ചിരിക്കണോ. അപ്പോൾ ആ ഒരു പ്രണയത്തിൻ്റെ ഇതിൽ നമ്മളത്
പരിഭവിച്ചു, പക്ഷെ സങ്കടമായി എനിക്ക്. പക്ഷെ അതിന് ശേഷം എനിക്ക് എൻ്റെ ഏത് ബർത്ത്ഡേ വന്നാലും ആ ഒരു ഇൻസിഡൻറ്റ് നമുക്കൊരു ട്രോമ എന്ന് പറയില്ലേ, അതിന് ശേഷം ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒന്നും ബർത്ത്ഡേക്ക് വെച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഉണ്ടായി. അപ്പം ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എന്നെ ഒരുപാട് പേര് വിളിച്ചു, വിഷ് ചെയ്തു. ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വിളിച്ചു, ഞാൻ പ്രതീക്ഷിച്ച ആൾക്കാർ വിളിച്ചില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായ ഒരു ബർത്ത്ഡേ. അപ്പോൾ ഞാനെപ്പോഴും പറയുന്നത്, ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ബർത്ത്ഡേക്കൊന്നും വലിയ ഒരു ഇത് കൊടുക്കില്ല. ചെറുപ്പത്തിലാണ്, കുറച്ചുകൂടി ചെറുപ്പത്തിലാണ് നമ്മൾ ബർത്ത്ഡേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാം. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് സാധാരണ ഒരു ഡേ, എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്നെ വിഷ് ചെയ്തു, കുറേ പേര് വിളിച്ച് വിഷ് ചെയ്തു, കുറേ പേര് മെസ്സേജ് അയച്ചു, കുറേ പേര് സ്റ്റോറി ഇട്ടു, സ്റ്റാറ്റസ് ഇട്ടു. അങ്ങനെയിട്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.